വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞങ്ങൾക്ക് കുറച്ചധികം ദിവസമായിട്ട് വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അങ്ങനെ ടുഡേ ഞാൻ ഓഫീസിലേക്ക് പോവേന്. അപ്പോൾ രാവിലെ തന്നെ എന്തുകൊണ്ടോ ബസ് ഉണ്ടായില്ല. അങ്ങനെ നേരെ ധൃതി പിടിച്ച് ഊബർ വിളിച്ചു നേരെ മെട്രോ കയറി ഓഫീസിലെത്തിയപ്പോൾ ആദ്യം തന്നെ എൻ്റെ കൊളീഗ്സിനെ മീറ്റ് ചെയ്തു. അങ്ങനെ അവൾ വന്നപ്പോൾ കൊണ്ടുവന്നതായിരുന്നു ഈ രുചിക്ക് ക്യാൻഡി. അത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അവർ. അങ്ങനെ നേരെ ക്രിസ്മസൊക്കെ കഴിഞ്ഞു, ഡെക്കറേഷൻസൊക്കെ ഊരേണ്ട ടൈമായി, ലൈറ്റ്സൊക്കെ ഓഫാക്കി. അങ്ങനെ മൊത്തത്തിലൊരു എന്താ പറയുക, ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു ടൈമാണ്, ഇയർ തുടങ്ങിയൊരു ടൈമാണ്. സോ നേരെ വർക്കിലേക്ക് കടന്നു. നല്ല വർക്കുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വേറൊന്നിലേക്ക് എൻഗേജ് ചെയ്യാൻ പറ്റാത്ത കൈൻഡ് ഓഫ് വർക്ക്സാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഇയർ തുടങ്ങിയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്നിട്ട് നമ്മുടെ സൈറ്റിൻ്റെ പ്രൊഡക്ഷനായാലും എല്ലാത്തിലും കുറേയധികം കാര്യങ്ങളുണ്ട്. അതിനനുസരിച്ച് നമ്മളും ഓരോന്നിലും ചേഞ്ച് വരുത്തിക്കൊണ്ടിരിക്കണം. സോ അങ്ങനെ വർക്കുണ്ടായി. അപ്പോൾ ഈ പറയണിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ സംസാരിക്കുമെങ്കിലും നമുക്ക് വേറെ ഒന്നിലേക്കും അങ്ങനെ എൻഗേജ് ചെയ്യാൻ പറ്റില്ല. ഫുൾ വർക്കിലേക്കാണ് ശ്രദ്ധ. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലും എന്താ പറയുക, ഭയങ്കര ഒരു വർക്ക് ലോഡ് ഉണ്ടായിരുന്നു എല്ലാവർക്കും. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഉച്ച കഴിഞ്ഞ ഒരു ടൈം വരെ, ഒരു 3-4 മണി വരെയും ഇതുപോലെ തന്നെയായിരുന്നു. നല്ല രീതിയിൽ വർക്ക് ലോഡ് ഉണ്ടായിരുന്നു ഇന്ന്. അങ്ങനെ കുറേ നേരം അതിൻ്റെ പുറകെയായിരുന്നു. അങ്ങനെ ഒരു ഫുഡ് കഴിക്കുന്ന ടൈം ആയപ്പോഴാണ് പിന്നെ അവിടെ നിന്ന് എണീച്ചത്. അല്ലാണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഈ പറയുന്നുണ്ട് അവളുടെ ചിക്കി ക്യാൻഡി ഒന്ന് കഴിച്ചു. സാധനം ഒരു ഇച്ചിരി കട്ടിയുണ്ടെങ്കിലും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയാണ്. ഒരു ഉച്ച മീൻസ് വൈകിയായിരുന്നു ഇന്ന്, നല്ലോണം വൈകിട്ടുണ്ടായിന്ന്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി. എൻ്റെ ഇടയ്ക്ക് അവിടെ മറ്റേ ഫോയിൽ പേപ്പറിൻ്റെ ഒരു റാപ്പ് ഇരിക്കുന്നുണ്ടായിട്ടോ, അത് എടുത്ത് അതിൽ നിന്ന് വീഡിയോ എടുത്തതാണ് ഞങ്ങൾ. ദെൻ നേരെ ബേസ്മെൻറ്റിലേക്ക് പോകണമായിരുന്നു. അങ്ങനെ ലിഫ്റ്റിൽ കയറി ബേസ്മെൻറ്റിൽ ഇറങ്ങി. ദെൻ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ലേറ്റായിരുന്നു എന്ന്. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ഏറെക്കുറെ തിരക്കൊക്കെ കുറഞ്ഞു. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങി. ഇവർക്ക് ആസ് യൂഷ്വൽ അവരുടെ പൊതിച്ചോറായിരുന്നു. ഇന്ന് വിചാരിച്ചത്ര അവർക്ക് വിഭവങ്ങളൊന്നും ഉണ്ടായില്ല. സോ ഞങ്ങൾ നേരെ ഫുഡൊക്കെ കഴിച്ച് പെട്ടെന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് ഇന്ന് അങ്ങനെ കുറേ നേരമൊന്നും സംസാരിക്കാനൊന്നും ഇരുന്നില്ല. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഓഫീസ് മേറ്റിനെ കണ്ടു. ഇന്ന് വന്നിട്ട് ഇവരെ ഞങ്ങൾ മീറ്റ് ചെയ്തില്ലായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ടൈം കിട്ടിയത്, ഇവരെ കണ്ട് കിട്ടിയതൊക്കെ. അപ്പോൾ അവരായിട്ടൊരു 5 മിനിറ്റ് സംസാരിച്ചു. ദെൻ നേരെ ഞങ്ങൾ ഞങ്ങളുടെ സ്പേസിലേക്ക് വന്നു. എന്നിട്ട് കുറച്ച് നേരം അവിടെ ഒരു 5 മിനിറ്റ് എന്തോ അവിടെ ഇങ്ങനെ സംസാരിച്ചിരുന്നു. എന്നിട്ട് നേരെ വർക്കിലേക്ക് എടുക്കാനായിട്ടിരുന്നപ്പോൾ വേറെ ഓഫീസ് മേറ്റ് വന്നു. ആളെ ഞങ്ങൾ വന്നിട്ട് ഇപ്പോഴാണ് കാണുന്നത്. അങ്ങനെ കുറച്ച് നേരം പുള്ളിയായിട്ടൊന്ന് സംസാരിച്ചിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല, ഇവരൊക്കെ ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞ് ഈവനിങ് ആയപ്പോഴത്തേക്കും അവരുടെ കമ്പനിയിൽ നിന്ന് ആ കുട്ടികളിലൊരാൾ നല്ല കോഴിക്കോടൻ ഹൽവ കൊണ്ടുവന്നിട്ടുണ്ടായി. കോക്കനട്ട് ഹൽവയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്യണം. അങ്ങനെ അത് കട്ട് ചെയ്യൽ സെറിമണി ആയിരുന്നു. അത് കട്ട് ചെയ്തു. അപ്പോൾ ഇവരൊക്കെ അവരുടെ കമ്പനിയിലുള്ളതാണ് കേട്ടോ. നല്ല എന്ന് പറഞ്ഞാൽ നമ്മളോട് നല്ല മിങ്കിളായിട്ടുള്ള പിള്ളേരാണ് എല്ലാവരും. നല്ല സോഷ്യലി ആയിട്ടുള്ളൊരു പിള്ളേരാണൊക്കെ. പിന്നെന്താ, അങ്ങനെ കുറച്ച് നേരം ഇതിൻ്റെ പുറകെയായിരുന്നു. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ളൊരു പീസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ട് എല്ലാവരും തൃപ്തി അടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ കോഫി കുടിക്കാനായിട്ട് ഇറങ്ങിയായിരുന്നു. അപ്പോഴാണ് ഈ ഒരു എന്താ പറയുക, ഹൽവ കട്ടിങ് അവിടെ കണ്ടത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ കോഫി സ്പോട്ടിലേക്ക് ഇറങ്ങിയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് ഈ ഒരു ഫ്രെയിമായിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീഡിയോ എടുക്കാനൊക്കെ ആയിട്ടും അതുപോലെ കോഫി അടിക്കാൻ പോകുമ്പോഴുള്ള ഈ ഒരു ഫ്രെയിം. അങ്ങനെ നേരെ ഞങ്ങൾ നടന്ന് ഞങ്ങളുടെ ചാനലിൻ്റെ റിപ്പോർട്ടർ ചാനലിലോട്ടുള്ള കടയിലായിട്ട് പോവാറ്. അവിടെ നിന്ന് കോഫി കുടിക്കാനായിട്ട് ഇരുന്നു. കുറച്ചധികം നേരം സംസാരിച്ചു എന്തൊക്കെയോ, കാരണം ഞങ്ങളുടെ വർക്കൊക്കെ ഒന്ന് ഒതുങ്ങിയതപ്പോഴാണ്. സോ അത്രയും നേരമുള്ളൊരു പ്രഷർ സംഭവമൊക്കെ മറന്ന് കുറേ നേരം സംസാരിച്ചു. എന്തെന്നറിയാത്ത എന്തൊക്കെയോ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. വന്ന ടൈമിൽ ഇവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ പിന്നെ എന്താ പറയുക, അവിടെ നിന്ന് ഇറങ്ങി നേരെ ഓഫീസിലേക്കായിരുന്നു.
ബാക്കിയുള്ള വർക്ക്സ് തീർത്തു. എന്നിട്ട് അവൾ അത് ഞങ്ങളുടെ ഡെക്കറേഷനിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ. ആ ഒരു എന്താ പറയുക, വിളക്കില്ലേ, റാന്തൽ, അത് വെച്ച് എന്തോ പാട്ടിന് ബേസ് ചെയ്തിട്ട് ആക്ഷൻ കാണിക്കണതാണ് കേട്ടോ അത്. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ നോക്കിയിരുന്നു. അപ്പോഴത്തേക്കും ലൗകോട്ടിൻ്റെ ടൈമായി. ദെൻ ഞാൻ ഇറങ്ങി. അങ്ങനെ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു ദിവസം. കുറച്ചധികം ദിവസത്തിന് ശേഷം ഓഫീസിൽ ചെന്നു. എൻ്റെ കോളീഗ്സിനെ, ഓഫീസ് മേറ്റ്സിനെയൊക്കെ കണ്ടു. നല്ലൊരു ദിവസമായിരുന്നു. എന്നാൽ അതിലധികം വർക്കുണ്ടായി, പക്ഷേ കൊള്ളായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.